പൊട്ടിത്തെറിച്ച് ശശി തരൂർ. വിശ്വപൗരനായ ശശി തരൂർ ഈ രീതിയിൽ ചൂടാകുന്നതോ ഹാർഷായി സംസാരിക്കുന്നതോ വളരെ കുറച്ചു മാത്രമേ കേൾക്കാൻ കഴിയൂ. അദ്ദേഹത്തിന്റെ ഒരു 15-16 വർഷത്തോളമായിട്ടുള്ള ഒരു പബ്ലിക് സർവീസിൽ നമ്മുടെ കേരളത്തിൽ വന്നതിന് ശേഷം MP ആയതിനു ശേഷം 2-3 ഇൻസ്റ്റൻസിലെ അദ്ദേഹം ഈ രീതിയിൽ പൊട്ടിത്തെറിക്കുകയോ ക്ഷോഭിക്കുകയോ ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ ഏഷ്യാനെറ്റിന്റെ ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ശ്രീബാല തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് അദ്ദേഹം പരിപാടിയുടെ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോവുകയുണ്ടായി. ഞങ്ങളുടെ ഒരു പരിപാടിക്ക് അവതാറിന്റെ, അതായത് ഈ TV മേഖലയിലും മറ്റും നിൽക്കുന്ന ഒരുപാട് അവതാരകരുടെ ഒരു പരിപാടിക്ക്, ഇപ്പോഴല്ല 10-14 വർഷം മുമ്പ്, അതായത് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത്, 14 അല്ല, അതായത് നരേന്ദ്രമോദിജി വരുന്നതിന് മുമ്പ് 14, അതായത് IPL വിവാദമുള്ള കാലത്ത് അദ്ദേഹം ഇതുപോലെ വരികയും അവിടെ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ തന്നെ ചില ആൾക്കാരോട് അദ്ദേഹം ഇങ്ങനെ ക്ഷോഭിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്റർവ്യൂവിനെതിരെ ശ്രീ ശശി തരൂർ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ എക്സ്പ്രസ് മഹാനായ ശ്രീ രാംനാഥ് ഗോയങ്ക അടക്കമുള്ളവർ തുടങ്ങിയതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെഗസി ഉള്ള പത്രങ്ങളിലൊന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ. ഓരോന്നിന്റെയും രീതികൾ ഓരോന്നാണ്, പക്ഷേ എല്ലാം ഏറ്റവും റെസ്പെക്ട് ചെയ്യപ്പെടുന്നതാണ്. ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ കുറെ കൂടെ കൊമേഴ്ഷ്യൽ, ബിസിനസ്, ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾക്ക് വേണ്ടി, ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതാണ്. അപ്പൊ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേരെടുത്ത് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസിനെ അതിശക്തമായി അദ്ദേഹം എന്താ പറയണേ ക്ഷോഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്വീറ്റ് നമുക്കൊന്ന് വായിക്കാം. ഈ ത്രെഡ് നിങ്ങൾ എല്ലാം വായിക്കുമെന്നും ഇത് രാജ്യത്തെ ജേർണലിസം സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയാണ് ഒരു വാർത്ത സൃഷ്ടിക്കുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ പുതിയതായി തുടങ്ങിയ മലയാളം പോഡ്കാസ്റ്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർ 2 ഷെയിംലെസ് ആയ കാര്യങ്ങൾ ചെയ്തു. ശശി തരൂർ ഷെയിംലെസ് എന്നൊക്കെ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെ വലിയൊരു മാധ്യമത്തെ കുറിച്ച് പറയുകയാണ്. ഷെയിംലെസ് ആയ 2 കാര്യങ്ങൾ ചെയ്തു. ആദ്യം അവരെന്റെ ഇനോക്യുവസ് ആയ, പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ, ഇന്നസെന്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്ത് ട്വിസ്റ്റ് ചെയ്തു. അതായത് എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. ശശി തരൂർ യഥാർത്ഥത്തിൽ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് പുസ്തകം എഴുതാം, ലെക്ചേഴ്സിന് പോകാം, സ്പീച്ചസിന് പോകാം എന്നാണ്. എന്നിട്ട് വേറൊരു ഇംപ്ലിക്കേഷൻ കൊടുത്ത്, ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, പക്ഷേ അത് വായിക്കുന്ന ഒരാൾക്ക് മറ്റ് പൊളിറ്റിക്കൽ ഓപ്ഷൻസ് ഉണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ അത് കൊടുത്തു. ബാക്കിയുള്ള മീഡിയകളെല്ലാം ഈ ഹെഡ്ലൈനോട് പ്രതികരിച്ചു, ഈ പൊളിറ്റീഷ്യൻസ് എല്ലാം ആ മീഡിയയോട് പ്രതികരിച്ചു. ആൻഡ് ഐ വാസ് ലെഫ്റ്റ് ഡീലിംഗ് വിത്ത് ദ മെസ്. ഞാൻ ആ മെസ്സിനെ ഡീൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം ഹിന്ദു പത്രത്തിന്റെ അടക്കമുള്ള പ്രധാന പല പത്രങ്ങളുടെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ സ്റ്റോറിയായി ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത കാര്യങ്ങൾ വരികയും മറ്റും ചെയ്തു. കേരള ചാനലിൽ ദിവസങ്ങളോളം ചർച്ചകളും മറ്റും നടന്നു. എന്നിട്ട് ശശി തരൂർ അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അവരെ ചലഞ്ച് ചെയ്തു. ആരെ? ഇന്ത്യൻ എക്സ്പ്രസിനെ ചലഞ്ച് ചെയ്തു. എന്നിട്ട് ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ വെനസ്ഡേ ആണ്, അതായത് മിനിഞ്ഞാന്ന് വെനസ്ഡേ ആണ് വന്നത്. അപ്പം വീഡിയോ വന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആ അർത്ഥത്തിൽ. എന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സുകാരെ കറക്ഷനും ആ കാര്യത്തിന് കൊടുക്കുകയും ചെയ്തു. അടുത്ത ശശി തരൂർ ചോദിക്കുകയാണ്, എന്നെ പോലൊരു പബ്ലിക് ഫിഗറിന് എന്ത് പ്രൊട്ടക്ഷനാണ് ഇത്ര ഇറസ്പോൺസിബിൾ ജേർണലിസ്റ്റിനുള്ളത്? ഞാനിപ്പം ആ വാക്കുകളൊക്കെ ആയിട്ട് ഞെട്ടുകയായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെ വളരെ വലിയൊരു മാധ്യമത്തെ ഇറസ്പോൺസിബിൾ എന്നൊക്കെ വിളിക്കുകയും ഒരുപക്ഷെ ശ്രീ ശശി തരൂർ സാറ് മുഖ്യമന്ത്രിയാൻ കൂടി ആഗ്രഹിക്കുന്ന അവസരത്തിൽ പത്രമാധ്യമങ്ങളെല്ലാം കൂടെ നിർത്തേണ്ടതാണ്. ശശി തരൂരിന്റെ ഒരു നന്മയും ഓണസ്റ്റിയും അതാണ്. അദ്ദേഹം അങ്ങനെ ആരെയും പ്രീണിപ്പിക്കാൻ നിന്നില്ല. ഇന്ത്യൻ എക്സ്പ്രസിനെ വളരെ ചലഞ്ച് ചെയ്തുകൊണ്ട് വരുന്നു. എന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസിന് ഒരുപാട് എമൗണ്ട് ഓഫ് അറ്റൻഷൻ അവരുടെ പോഡ്കാസ്റ്റ് കിട്ടി. ആൻഡ് ദ മീഡിയ ഒരുപാട് ഹെഡ്ലൈൻസ് കിട്ടി. ആരും ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന, ശശി തരൂർ അനുഭവിക്കേണ്ടി വന്ന അബ്യൂസ്, അധിക്ഷേപം, കാലുംനി അടക്കമുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിനെതിരെ വന്ന വ്യാജ വാർത്തകൾ, അധിക്ഷേപങ്ങൾ, അതോടൊപ്പം ചില ക്വാർട്ടേഴ്സിൽ നിന്നുള്ള അദ്ദേഹത്തിനുള്ള അഭിനന്ദനവും മറ്റും. ഇതൊക്കെ അദ്ദേഹത്തിന് നേരെ വന്നത് ശ്രീ ശശി തരൂർ പറയുന്നു, ഞാൻ പറയാത്ത കാര്യങ്ങളുടെ പേരിലാണ്. ആരും എന്നോട് ഇതുവരെ ഒരു മാപ്പ് പോലും പറഞ്ഞില്ല. എന്നിട്ട് ശശി തരൂർ പ്രധാനമായിട്ട് വന്ന പല ചർച്ചകളും മറ്റും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4ാമത്തെ ത്രെഡായിട്ട് പറയുന്നു, ഈ കെഫുൽ നമുക്ക് ഈ വാക്കുകളൊന്നും ഡിക്ഷണറി നോക്കാതെ മനസ്സിലാവില്ല. ഈ കെഫുൽ എന്ന് പറഞ്ഞാൽ ഈ അങ്ങനത്തെ അനാവശ്യ തർക്കവും കാര്യങ്ങളും എല്ലാം ഇല്ലാതാവുമായിരിക്കും. ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് മാറുമായിരിക്കും. പക്ഷേ ഒരുപാട് പേർ എന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ കരുതിയത് എന്താണ് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ഥാനം എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിൽ ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കാഴ്ച കിട്ടി, ഇൻസൈറ്റ് കിട്ടി. ഇത് എൻ്റെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രീ രമേശ് ചെന്നിത്തലയുടെ, ശ്രീ കെ മുരളീധരന്റെ, ശ്രീ കെ സുധാകരന്റെ ഒക്കെ വാർത്തകൾക്ക് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് ശ്രീ പി ജെ കുര്യനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവ് ശശി തരൂരിനെ ആക്രമിച്ചുകൊണ്ട് എഴുതിയ ഒരു ഒരു പീസ് അദ്ദേഹം എടുത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ എഴുതിയ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം മനോരമയിലെ ജോണി ലൂക്കാസ് സാർ എഴുതിയ കാര്യങ്ങൾ. അപ്പൊ എന്നിട്ട് അദ്ദേഹം അവസാനം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഒരുപാട് കാലത്തെ റീഡറാണ്, നിങ്ങൾക്കൊരു റിമാർക്കബിൾ ഹിസ്റ്ററി ഉണ്ട്, ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓപ്പൺ പേജസിലൊന്ന് നിങ്ങളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഈ എപ്പിസോഡ് കഴിഞ്ഞ്, എനിക്കുണ്ടായ ദുരനുഭവം കഴിഞ്ഞ് ഇന്ത്യൻ മീഡിയയുടെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് വീണ്ടും സംശയം തോന്നുകയാണ്. ഞാൻ ഈ ത്രെഡ് എഴുതുന്നത് വിഷമത്തിലാണ്, വേദനയിലാണ്. ക്ലിക്ക് ബൈറ്റ് ഹെഡ്ലൈൻസിന് വേണ്ടിയുള്ള ലസ്റ്റിൽ, അല്ലെങ്കിൽ ആ വാക്കൊക്കെ കടുപ്പമുള്ള വാക്കുകളാണ്, ക്ലിക്ക് ബൈറ്റ് ഹെഡ്ലൈൻസിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ യാതൊരു തരത്തിലുള്ള ആക്യുറസിയും വെറാസിറ്റിയും കാണിക്കുന്നില്ല. ദ ബ്രെത്ത്ലെസ് ഒബ്സഷൻ വിത്ത് ദ സ്പെക്കുലേറ്റീവ് ആൻഡ് ട്രിവിയൽ. ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ഭാഷയിൽ പണ്ട് ഈ രഞ്ജി പണിക്കർ എഴുതുന്ന ഡയലോഗ് പോലുള്ള കാര്യത്തിൽ ഞാൻ ചിരിച്ചു പോകുന്ന വേറൊന്നുകൊണ്ടല്ല, ശശി തരൂർ സാറിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ആ ഭാഷയുടെ ഒരു മനോഹാരിത കണ്ടിട്ടാണ്. നമ്മുടെ ജനാധിപത്യം ഒരിക്കലും ഒരു ഫ്രീ പ്രസ് ഇല്ലാതെ മുമ്പോട്ട് പോകില്ല. ഞാനൊരു ജനാധിപത്യവാദിയാണ്. ഞാൻ ഒരിക്കലും മീഡിയയുടെ പുറത്ത് റെഗുലേഷൻ വേണമെന്ന് പറയില്ല. പക്ഷേ കുറെ കൂടെ മികച്ച സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ജേർണലിസ്റ്റിന് വേണം, ബെറ്റർ ജേർണലിസം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം എഡിറ്റേഴ്സ് ഗിൽഡിനെ, പ്രസ് കൗൺസിലിനെ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ തലതൊട്ടപ്പന്മാരെ, രാജ്ദീപ് സർദേശായിയെ, ബർഖാദത്തിനെ ഒക്കെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതിശക്തമായ, ശശി തരൂർ സാർ ഇത്രയും ശക്തമായി പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ശരിക്കും ശശി തരൂർ സാറ് മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കാനല്ലാതെ വളരെ എന്താ പറയണേ, വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് അത് ദോഷം ചെയ്തു, ചിലപ്പോഴത്ത് ഗുണം ചെയ്തു, ചിലത്ത് ദോഷം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ വരികയുണ്ടായി. ശ്രീ ശശി തരൂർ സാറിന് ഇന്നാണ് മീറ്റിംഗ്. അദ്ദേഹത്തിന് എന്ത് പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഈ വിവാദങ്ങളിലൂടെ എല്ലാം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെടണം. ശ്രീ വി ഡി സതീശൻ മികച്ച കാൻഡിഡേറ്റ് ആണ്. ശ്രീ രമേശ് ചെന്നിത്തല വളരെ സീനിയറാണ്, ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിൽ ഒന്നാണ്. ശ്രീ കെ സി വേണുഗോപാലും ശ്രീ കെ മുരളീധരനും ഒക്കെ കോൺഗ്രസിനെ നയിക്കാൻ വളരെ പ്രാപ്തരാണ്. അതോടൊപ്പം വിശ്വപൗരനായ ശശി തരൂറും കൂടെ വരുന്നത് പഞ്ചപാണ്ഡവന്മാരെ പോലെ ഏറ്റവും മികച്ച രീതിയിലാവും. ഇതിൽ ആര് അർജുനനാകും അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്നിട്ട് ഒരു കാര്യം കൂടെ ശശി തരൂർ സാർ പറയുന്നുണ്ട്, കോൺഗ്രസിന് നേതാവില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത്, നേതാക്കൾ ഒരുപാടുണ്ട്, പക്ഷേ കമ്മിറ്റഡ് ആയ അണികളില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടെന്നൊക്കെയാണ്. ഇപ്പൊ ശശി തരൂരിന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് വിവാദം ഉണ്ടായതിൽ അദ്ദേഹം വളരെയധികം വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവാദങ്ങളെല്ലാം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം, UDF ജയിക്കുകയാണെങ്കിൽ, CPM പകരം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു UDF ജയിക്കുകയാണെങ്കിൽ എന്നുള്ള തർക്കത്തിന്, സംവാദത്തിന് മാറ്റുകൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശശി തരൂർ സാർ അങ്ങനെ പൊട്ടിത്തെറിച്ചത് വലിയൊരു വാർത്ത തന്നെ ആയിട്ടുണ്ട്.